ചീക്കോട് പഞ്ചായത്തിലെ തലക്കോട്ടയിൽ കിണറിൽ വീണ് 5 വയസ്സുകാരൻ മരണപ്പെട്ടു. രക്ഷപ്പെടുത്താൻ കിണറ്റിലിറങ്ങി അപകടത്തിൽപ്പെട്ട അഹമ്മദ് മിൻഹാജിനെ രക്ഷപ്പെടുത്തി. അവസരോചിതമായി CPR നൽകി. നസിയയാണ് CPR നൽകിയത്. എടവണ്ണപ്പാറ പാഞ്ചേരി സ്വദേശികളാണ് കുട്ടികൾ. ഇവിടുന്ന് സൗണ്ട് കേട്ട് ഞങ്ങൾ പോയി നോക്കിയതാണ്. അപ്പോൾ കുട്ടീൻ്റെ ഉമ്മയും വല്യമ്മയും കൂടെ കരയുന്നുണ്ട്. അപ്പം തന്നെ ഒരാൾ ഇറങ്ങിയിട്ട് വലിയ മോനെ എടുത്ത് അപ്പയാണ് പറയണത് ഒരാളും കൂടെ ഉണ്ട് എന്ന്. ആ കുട്ടിയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. വലിയ മോനെടുത്തപ്പോഴും ആൾ പറ്റ കുഴഞ്ഞ ഒരു രീതിയിലാണ്. അപ്പോൾ പെട്ടെന്ന് CPR കൊടുത്തു. CPR കൊടുത്തിട്ട് ആ കുട്ടി പെട്ടെന്നൊന്നും റെസ്പോണ്ട് ചെയ്യണില്ല. പിന്നെ കുറച്ചു നേരം ചെയ്തപ്പോൾ ആണ് ഫസ്റ്റ് ഒന്ന് അതിന് പെട്ടെന്ന് ഒന്ന് റിയാക്ട് ചെയ്തു. അപ്പോൾ പിന്നെയും ചെയ്തപ്പോൾ ആൾ കണ്ണ് തുറന്നു, ജസ്റ്റ് സൗണ്ടൊക്കെ ഉണ്ടാക്കി, ഒന്ന് റെഡിയായി തോന്നി. അപ്പോൾ മറ്റേ ആൾക്ക്, ചെറിയ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ആൾ ഒട്ടും അത് റെസ്പോണ്ട് ചെയ്യണില്ല. ആ കുട്ടി അപ്പം തന്നെ ഒരു സംശയം തോന്നിയിരുന്നു. പക്ഷേ നമുക്കറിയില്ലല്ലോ എങ്ങനെയാന്നുള്ളത്. അപ്പോൾ കുറേ നോക്കി, അപ്പോൾ ആ കുട്ടിയെ റെസ്പോണ്ട് ചെയ്യണില്ല. എത്ര നേരം CPR കൊടുത്തു? ഒരു 5 മിനിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. കുറച്ച് നേരം കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ആദ്യമൊന്നും കൊടുത്തപ്പം തീരെ പ്രതികരിച്ചില്ല. പിന്നെ കൊടുത്തു, പിന്നെ വായിലൂടെ കൊടുത്തു, പിന്നെ ചെസ്റ്റിൽ ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് അങ്ങനെ ആക്കിയപ്പോൾ പെട്ടെന്നൊന്ന് ആള് ഒന്ന് റിയാക്ട് ചെയ്തു ചെറിയ രീതിയിൽ. പിന്നെ ഒന്നുകൂടെ കൊടുത്ത് തുടരെ കൊടുത്തപ്പം കണ്ണൊക്കെ തുറന്നു. പിന്നെ പേടിച്ചിട്ട് ഒരു കരഞ്ഞു. അന്ന് ആളൊന്ന് സൗണ്ട് വന്നപ്പോൾ ഞാൻ പിന്നെ മറ്റേ കുട്ടീനെ നോക്കിയപ്പോൾ ആ കുട്ടി തീരെ പ്രതികരിക്കണില്ല. അങ്ങനെ പഠിച്ചതൊന്നുമല്ല. നമ്മളിതുപോലെ ന്യൂസിലൊക്കെ കണ്ട്, വാർത്തയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇത്, പിന്നെ കണ്ടുള്ളൊരു പരിചയം കൊണ്ട് ചെയ്തതാണ്. പെട്ടെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അങ്ങനെ അറിഞ്ഞോണ്ടൊന്നുമല്ല, പെട്ടെന്ന് ചെയ്തു, അത്രേ ഉള്ളൂ. ജംഷീറ. ഇവിടെ തന്നെ ചിക്കോട്. ശനിയാഴ്ച വൈകിട്ട് 4:30 അപകടം സംഭവിച്ചത്. കുട്ടികൾ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു. ഇവിടെ നിന്ന് മൈലിനെ കാണാൻ സഹോദരങ്ങളായ 5 വയസ്സുകാരൻ നിവാജും 10 വയസ്സുള്ള മിൻഹാജും എത്തിയതായിരുന്നു. ഇതിന് പിറകെ ഓടുന്ന സമയത്താണ് ആൾമറയില്ലാത്ത കിണറിൽ വീണത്. രണ്ടുപേരും ഒരുമിച്ച് വീണതാണോ അല്ലെങ്കിൽ നിവാജിനെ രക്ഷിക്കാൻ മിൻഹാജ് ചാടിയതാണോ എന്നത് വ്യക്തമല്ല. ഇവരുടെ കൂടെയുള്ള മറ്റൊരു സഹോദരൻ തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞതോടെ സ്ത്രീകളാണ് ആദ്യം ഓടിയെത്തിയത്. ചീക്കോട് ഇരുപ്പംതൊടി ഭാഗത്തേക്കുള്ള മെയിൻ റോഡ് വക്കിലായതിനാൽ വാഹനത്തിൽ പോവുകയായിരുന്ന ഒരാൾ കിണറിൽ ചാടിയിറങ്ങി 2 കുട്ടികളെയും കരക്കെടുക്കുകയായിരുന്നു. ആദ്യം ലഭിച്ച 10 വയസ്സുകാരന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന നസിയ എന്ന പെൺകുട്ടി CPR നൽകി. 5 മിനിറ്റിലേറെ CPR നൽകിയപ്പോഴാണ് പ്രതികരണമുണ്ടായത്. രണ്ടാമത്തെ ചെറിയ കുട്ടി അപ്പോഴേക്കും യാതൊരു രീതിയിലും പ്രതികരിക്കാത്ത അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ 2 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.